വരുമവല്ലവനോൻ ഗാരകൽ പോൽ ഇരുട്ടുതഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും ശലാപോലവറോവൽഗാദേശോ ഒരുപോലെങ്ങും മോർ ഗ്രിഗോറിയോസ് ഉണ്ടേ മേലും നോർമ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്റ്റൗമൻ കാലസ്കുറിയ പ്രാർത്ഥനയും സമയാമിതല്ലോ മോർ ഗ്രിഗോറിയോസ് പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാഴ്ത്തേണം. ശലപോലവറോവൽഗാദീശോ നിന്നെ ചൊരുദാതനോ മോർ ഗ്രിഗോറിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാഹിന്മേലൈ മോർ ഗ്രിഗോറിയോ സൽഗുണനിധിയേ അടോ സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയും അമരട്ടെ. നിറയും നാഥാ മശിഹാ സർവേശ, നിന്നിൽ അഭയം തേടുന്നേ നിന്ദാസ. പരിശുദ്ധൻ മോർ ഗ്രിഗോറിയോസിന്റെ പ്രാർത്ഥനയാൽ കൃപ ചെയ്യണമേ, വാഴ്വേഗണമേ.
നിറയും നാഥ മശിഹ സർവേശ, നിന്നിൽ അഭയം തേടുന്നേ നിന്ദാസ. പരിശുദ്ധന്മാർ ഗ്രിഗോറിയോസിന്റെ പ്രാർത്ഥനയാൽ കൃപ ചെയ്യണമേ, വാഴ്വേകണമേ. സർവരോഗങ്ങളുടെയും വേദനകളുടെയും വൈദ്യനും സർവശിക്ഷകളെയും കൃപയോടെ നീക്കിക്കളഞ്ഞ് രക്ഷിക്കുന്നവനുമായ തമ്പുരാനെ, ഞങ്ങളുടെ പിതാവായ മോർ ഗ്രിഗോറിയോസിന്റെ പ്രാർത്ഥനകളാൽ സകല വിനാശത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപം നിമിത്തം ഞങ്ങളെ നശിപ്പിച്ചു കളയാതെ അങ്ങയുടെ ഇഷ്ടം ചെയ്ത് നിന്നെ പ്രസാദിപ്പിച്ച പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കന്യജവൃന്ദത്തെ ആത്മീയമതാകും പുൽമാലിയിൽ മേയിച്ചോനാകും തിരുമേനി, നിന്നുടെ പ്രാർത്ഥനയാൽ ആനന്ദം നിറയും പറുദീസിൽ വാണിടണമേ ഈ അജവൃന്ദം. കാരുണ്യവാനായ പിതാവേ, സത്യമുള്ള ഏകപുത്ര, വന്യനായ റൂഹ, ഞങ്ങളുടെ സങ്കടങ്ങളെ കേൾക്കണമേ. പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസേ, അങ്ങയുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ നൊമ്പരങ്ങളെ ഓർക്കണമേ. ഞങ്ങളുടെ വേദനകളെ വഹിക്കണമേ. നാഥ, ഞങ്ങളെ നിന്റെ കൂട്ടിലെ പരമാർത്ഥമുള്ള മാടപ്രാവായിട്ടും നിന്റെ ഭവനത്തിലെ പാതിവൃത്യമുള്ള ചെങ്ങാലിയായിട്ടും നിന്റെ ബലിപീഠത്തിന്റെ അരികെ വസിക്കുന്ന വാത്സല്യ പക്ഷിയായിട്ടും ആക്കി തീർക്കുമാറാകണമേ. കർത്തൻ നൽകിയതാം താലന്തുകളകിലും ചിതമായി വ്യാപാരം ചെയ്തോ നാം പരിശുദ്ധ. നാഥൻ നൽകിയതാം താലന്തുകളടിയാർ വ്യാപാരം ചെയ്യുവാൻ വഴി കാട്ടി നയിക്കണമേ.
ദൈവത്തിൻ സ്നേഹം സ്വയമേ ഉൾക്കൊണ്ട് അപരന്മാർക്കതു ദർശിപ്പിച്ചൊരു തിരുമേനി നിന്നുടെ പ്രാർത്ഥനയാൽ കലഹത്തിൽ കഴിവോ സ്നേഹത്തിൽ വാണിടണമേ കൃപ നേടണമേ നോമ്പാലും പ്രാർത്ഥനയാലും ദൈവതേജസ്സിന്റെ വാഹകനായ പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയനാദത്തോടും ദിവ്യ ചൈതന്യത്തോടും കൂടെ വിശുദ്ധ മദ്ബഹായിൽ ആരാധനയർപ്പിച്ച പരിശുദ്ധ പരുമല തിരുമേനി ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.
പരിശുദ്ധ സഭയ്ക്കായി ദൈവത്താൽ അയക്കപ്പെട്ട ദിവ്യസമ്മാനമായ പരിശുദ്ധ പരിമല തിരുമേനി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസത്തിന്റെ ശ്രേഷ്ഠ പോരാട്ടക്കാരനായ പരിശുദ്ധ പരിമലമാർ ഗ്രിഗോറിയോസേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദേറാക്കാരുടെ ആനന്ദമായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സകല ഞെരുക്കങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നും നൊമ്പരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ പരിശുദ്ധ പരിമല തിരുമേനി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകൃപയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ പരിമലമാർ ഗ്രിഗോറിയോസേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെയും മനം തകർന്നവരുടെയും പ്രിയമധ്യസ്ഥനായ പരിശുദ്ധ പരിമല തിരുമേനി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. തന്റെ നാഥന്റെ മുന്തിരിത്തോട്ടത്തിൽ പകലന്തിയോളം ശുശ്രൂഷിക്കുകയും മിശിഹായുടെ വിശ്വസ്തദാസരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടുകയും ചെയ്ത പരിശുദ്ധ പരിമല തിരുമേനി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും
സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ അഭയവും ആശയറ്റവരുടെ പ്രത്യാശയുമായ പരിശുദ്ധ പരുമലമാർ ഗ്രിഗോറിയോസേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സുഹൃത ജീവിതത്തിന്റെ പാത്രമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. താൻ ആരിൽ പ്രിയം വച്ചിരിക്കുന്നുവോ ആ സ്വർഗീയ ദൈവത്തിന്റെ ഇഷ്ടത്തോഴനായ പരിശുദ്ധ പരുമല തിരുമേനി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.
ആത്മന പോലെ തളർത്തിടുമേ. ഹല്ലേലൂയ. വളരുമവല്ലവനോൻ ഗാരകൾ ും അവർ തളിരിട്ട് തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കുന്നവർക്ക് ദുഷ്ടേ പുഷ്ടികളും പാർക്കുമോ. ശലാപോലവറോവൽമോകാദേശോ ഓലം വാദാമുൽ ഓലം ഉൽമീനമീ. ഒരുപോലിംഗം ഓർ ഗ്രിഗോറിയോസും നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തോമൻ കാലുസ്കുറിയേലായി പ്രാർത്ഥനേൻ സമയാമിതല്ലോ മോർ ഗ്രിഗോറിയോസ്. പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോതൃ കൈവാഴ്ത്തേണം. ബാറക്കുമോ. ശലാപോലവറോവൽമോകാദേശോ നിന്നെ വരിച്ചൊരു താരേനും മോർ ഗ്രിഗോറിയോസ്. നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടി ചൂടിടുന്ന റൂഹവന്ദിൻ. നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാഹി മേലൈനു മോർ ഗ്രിഗോറിയോസൽ ഗുണനിധിയേ. സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയുമാമ. പ്രാവുസമം കപടം കൂടാതുരകം പോൽ ബോധമുൾക്കൊള്ളുക. ചെന്നായി നടുവിൽ കുഞ്ഞാടുപോ ഞാനയക്കുന്നു നിങ്ങളെയും. സ്ലുസോ
സുശുദ്ധിയാ മീനോ മാലിയാസ് റാഹമേ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഒരു നീതിമാനെ നീതിമാൻ എന്നുള്ള നിലയിൽ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്നുള്ള നിലയിൽ കൈക്കൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ള കർത്തൃവചനപ്രകാരം അവിടുത്തെ ദാസന് നമ്മുടെ കാവൽ പിതാവുമായ പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം തേടിക്കൊണ്ട് ഈ പെരുന്നാളുകളിൽ വന്ന് സംബന്ധിക്കുകയും ദൈവസന്നിധിയിൽ അഭയയാചനകൾ അർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് കാണപ്പെടാവതല്ലാത്ത വലത് കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ അധ്വാനങ്ങളെയും നിങ്ങൾക്കുള്ളവരെയും നിങ്ങൾക്കുള്ളതിനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്വസ്ഥതകളും അസമാധാനവും നിറഞ്ഞ ഈ ലോക ജീവിതയാത്രയിൽ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് കൽപ്പിച്ചരുളി ചെയ്ത ദൈവമായ കർത്താവിന്റെ നിത്യമായ സമാധാനവും ശാന്തിയും നിങ്ങളോടും നിങ്ങളുടെ ഇടയിലും നിങ്ങളുടെ ദേശത്തും ഭവനങ്ങളിലും അവിടുന്ന് നിലനിർത്തുമാറാകട്ടെ. ആമീൻ. കണ്ടാലും ലോകാവസാനത്തോളം ഞാനോ നിങ്ങളോട് കൂടിയുണ്ട് എന്ന് കൽപ്പിച്ചരുളി ചെയ്തവനായ ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം അനുദിന ജീവിതത്തിൽ അനുഗ്രഹകരമായി അത്ഭുതകരമായി അനുഭവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ആമീൻ. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള ദൈവജനത്തിന്റെ യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോടുകൂടെ ഇരുന്ന് പരിപാലിച്ചവനായ ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുപരിപാലിച്ച് വഴി നടത്തുമാറാകട്ടെ. വാർദ്ധക്യത്തിലായിട്ടുള്ളവരെ താങ്ങട്ടെ, ദൂരെയും ചാരയുമായി ചെതറി പാർക്കുന്നവരെ തന്റെ കരുണയുടെ ചിറകിൽ മറയ്ക്കട്ടെ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറ സൽസ്വഭാവത്തിലും ദൈവാശ്രയത്തിലും വളരുമാറാകട്ടെ. ദൈവം തമ്പുരാൻ പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസിന്റെ മധ്യസ്ഥതയാൽ നിങ്ങളുടെ എല്ലാ നല്ലതും ദൈവികവുമായിട്ടുള്ള ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുവീനെന്ന് തന്റെ വലതു ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യുന്ന ഇമ്പവും മാധുര്യമുള്ള ശബ്ദം കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്കും നമ്മുടെ എല്ലാ പര്യാതർക്കും സംഗതിയാക്കട്ടെ. ആയത് ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമമ്മയുടെയും പരിശുദ്ധനായ മാർ തോമസ് ലീഗായുടെയും മാർ പത്രോസ് പൗലോസ് ലീഗന്മാരുടെയും മാർ ഗീവർഗീസ് സഹദായുടെയും പ്രത്യേകാലിന്ന് ആരുടെ പെരുന്നാൾ നാം കൊണ്ടാടുന്നുവോ ആ പുണ്യവാനും പരിശുദ്ധനുമായ മാർ ഗ്രിഗോറിയോസിന്റെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും അപേക്ഷയാലും തന്നെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ തിരുവിഷ്ണുപ്രഭുവിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളുടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തിലും അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. അഭിമന്യ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി പരിശുദ്ധ പരമന തിരുമേനിയുടെ 113 ഓർമ്മ പെരുന്നാള് ഭക്തി ആദരവപൂർവം ആഘോഷിക്കുവാൻ കാരുണ്യവാനായ ദൈവം നമുക്ക് നൽകിയ വലിയ അവസരത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. 26-ാം തീയതി മുതൽ നവംബർ മാസം ഇന്ന് വരെ നടന്നതായ എല്ലാ പെരുന്നാൾ ശുശ്രൂഷകൾക്കും പ്രോഗ്രാമുകൾക്കും എല്ലാ ക്രമീകരണങ്ങൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചത് നേതൃത്വം നൽകിയത് പരിശുദ്ധ ബാബ തിരുമേനിയാണ്. തിരുമേനിയോടുള്ളതായ ഭക്തിയും ആദരവും തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. അഭിനന്ദ പിതാക്കന്മാരുടെ സാന്നിധ്യം എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. വിവിധ പ്രോഗ്രാമുകളിലായിട്ടും കുർബാനയിലും ശുശ്രൂഷകളിലും ഒക്കെയായിട്ട് എല്ലാ പിതാക്കന്മാരോടും ഒറ്റവാക്കുള്ളത് നന്ദി അറിയിക്കുന്നു. നിരണം ഭദ്രാസനാധിപൻ അഭിനന്ദ യുഹാനോമാർ ക്രിസോസ്റ്റോമോസ് തിരുമേനിയുടെ സാന്നിധ്യം പ്രത്യേകം ഇവിടെ എടുത്തു പറയുകയാണ്. ഞാൻ കേട്ടിട്ടേയുള്ളൂ മലങ്കര മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി നിരണം ഭദ്രാസനാധിപൻ ഒരാഴ്ചക്കാലം ഇവിടെ താമസിച്ച് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നുവെന്ന് ഞാൻ ആദ്യമായിട്ട് അത് അനുഭവിച്ച് അറിയുകയാണ്. തിരുമേനി 26-ാം തീയതി ഇവിടെ താമസം ആരംഭിച്ചു. നാളെയാണ് തിരുമേനി മടങ്ങിപ്പോകുന്നത്. തിരുമേനിയുടെ സാന്നിധ്യം, തിരുമേനിയുടെ നിർദ്ദേശങ്ങള്, ഉപദേശങ്ങള് എല്ലാം അനുഗ്രഹപ്രദമായിരുന്നു. പല കാര്യങ്ങളിലും തിരുമേനിയുടെ ഇടപെടലുകള് ഈ പെരുന്നാൾ ക്രമീകരണങ്ങളെ ഭംഗിയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഭയപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു. ഫ്ലൈ ഓവർ നിർമ്മിച്ച സമയത്ത് തിരുമേനി കുറെ നേരം അവിടെ ആളുകൾ പണിയെന്ന് കണ്ടപ്പോൾ തിരുമേനി ചോദിച്ചു, എന്താണ് ഇവിടെ ഈ ചെയ്യാൻ പോകുന്നത്? ഒരുപക്ഷെ ഞാൻ പേടിച്ചുപോയി, ഒരുപക്ഷെ തിരുമേനി അത് വിലക്കുമോ എന്ന്. വളരെ സന്തോഷത്തോടുകൂടി തിരുമേനി കാണട്ടെ എന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ അതിന്റെ ഉദ്ഘാടനം തിരുമേനി തന്നെ നിർവഹിക്കുകയും യാതൊരുവിധ ആപത്തുകളുമില്ലാതെ അതിന്റെ പ്രവർത്തനം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനുഗ്രഹത്തോടുകൂടി ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി തീർന്നു. ഇന്ന് വരെയുള്ളതായ എല്ലാ ക്രമീകരണങ്ങളിലും നിരണഭദ്രാസനാധിപനായിരിക്കുന്ന അഭിനന്ദ തിരുമേനിയുടെ ആ ഒരു സാന്നിധ്യവും ആ കരുതലും ആ സ്നേഹവും ക്രമീകരണങ്ങൾക്ക് വേണ്ടതായ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാം അനുഗ്രഹപ്രദമായിരുന്നു. 1996 മുതൽ അഭിനന്ദ തിരുമേനി അച്ഛനായിരുന്നപ്പോൾ മുതൽ എനിക്ക് പരിചയമാണ്. ഇന്നുവരെയും ആ സ്നേഹബന്ധത്തിൽ തുടരുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുമുണ്ട്. ഞാൻ ഒത്തിരി നന്ദിയും സ്നേഹവും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അഭിനന്ദ അച്ഛന്മാരുടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്തുപോവുകയാണ്. ഒന്നിനായ അപ്പുവച്ചനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അപ്പുവച്ചനെ ഞാൻ കാണുന്നത്. പലപ്പോഴും എന്റെ പ്രഥമ പെരുന്നാളാണ് ഇവിടെ വന്ന് ചുമതലയേറ്റതിനു ശേഷം. പല കാര്യങ്ങളും പുതുതായിട്ട് ചെയ്തത് കാണുമ്പോൾ അപ്പുവച്ചൻ പല നിർദ്ദേശങ്ങളൊക്കെ വെക്കുകയും എനിക്ക് വേണ്ടി മനസ്സോടെയൊക്കെ സമ്മതിക്കുകയും ഒക്കെ ചെയ്തത് എനിക്കറിയാം. എല്ലാം ഭംഗിയായി തീരുമെന്നുള്ള പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് അപ്പുവച്ചന്റെ ആ സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഒത്തിരി നന്ദി എല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിനെല്ലാം ശക്തി പകർന്നുകൊണ്ട് എന്റെ കൂടെ എന്റെ ശുശ്രൂഷയിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതായ അസിസ്റ്റന്റ് വൈദിക ശ്രേഷ്ഠരെ സമയത്ത് ഓർക്കുകയാണ്. ഒന്നിനായ KV ജോസഫ് റമ്പാച്ചൻ, AG ജോസഫ് റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട മാത്തിക്കുട്ടി അച്ഛൻ, ഇവർ 3 പേരും ഇവിടുത്തെ പെരുന്നാൾ ക്രമീകരണങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ രീതിയിലും സഹകരിച്ചു ആവശ്യമായ ഉപദേശങ്ങൾ നൽകി അവരുടേതായ ചുമതലകളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു. അതുകൊണ്ടാണ് ഇത്രമാത്രം ഭംഗിയായിട്ട് പെരുന്നാൾ ക്രമീകരണങ്ങൾ തീരുവാനായിട്ട് സാധിച്ചത്. ആ വൈദിക ഈ 3 പേരോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ പെരുന്നാൾ ക്രമീകരണങ്ങൾക്കായിട്ട് പരുമല സെമിനാരി കൗൺസിൽ അംഗങ്ങളെ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുകയും അവരുടെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പരുമല സെമിനാരിയുടെ ഇടവകയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായ 3 കൗൺസിൽ അംഗങ്ങളെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുകയാണ്. തോമസ് ഉമ്മൻ അരികുപുറം, മാത്യു പത്രോസ്
പീടികയിൽ പി യോഹന്നാൻ പ്ലാമൂട്ടിൽ, ഈ 3 പേരും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും അവരുടെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ തീരുമാനങ്ങളും ഒക്കെ എടുത്തിട്ടുള്ളത്. ഈ 3 പേരും ആദ്യം മുതൽ അവസാനം വരെ അവരുടെ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയും എന്റെ ക്രമീകരണങ്ങളോട് സഹകരിക്കുകയും ചെയ്തു. പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇത്രയും വലിയ ഒരു പെരുന്നാളിന്റെ ക്രമീകരണം നടത്തുന്നതിന് സെമിനാരി കൗൺസിൽ അംഗങ്ങളെ കൊണ്ടോ ഞങ്ങൾ വൈദിക സെക്ഷനെ കൊണ്ടോ മാത്രം കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഈ ഇടവകയിലെ വോളണ്ടിയേഴ്സായിട്ട് 150ഓളം വോളണ്ടിയേഴ്സ്, 15 ലേഡി വോളണ്ടിയേഴ്സും വോളണ്ടിയേഴ്സ് ക്യാപ്റ്റന്മാരും ഒത്തുചേർന്നാണ് ഈ പെരുന്നാൾ ഭംഗിയാക്കിയത്. വോളണ്ടിയേഴ്സ് ക്യാപ്റ്റന്മാരുടെ പേരുകൾ ഞാൻ വായിക്കുകയാണ്. അജി, മനോജ്, NB വർഗീസ്, ജിബിൻ, ജോജി തുടങ്ങിയ വോളണ്ടിയേഴ്സ് ക്യാപ്റ്റന്മാരുടെ പ്രവർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെയായിരുന്നു. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ഭംഗിയാക്കുവാനായിട്ട് ഈ ക്യാപ്റ്റന്മാർ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരോടുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് സമയത്ത് അറിയിക്കുന്നു. ഫുഡ് കമ്മിറ്റി കൺവീനേഴ്സിന്റെ പേരുകൾ ഈ സമയത്ത് ഓർക്കുന്നു. ജി ഉമ്മൻ പന്നായിക്കടവിൽ, സക്രിയ വള്ളക്കാലിൽ, PP ജോസ് മുളവീട്ടിൽ, ഉള്ളുവേലിൽ, PP മോനിച്ചൻ പന്നായി കടവിൽ. ഇവരെല്ലാവരും തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ്. അവരോടുള്ളതായ പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലേഡീസ് വോളണ്ടിയേഴ്സ് ക്യാപ്റ്റന്മാരായ ലില്ലിക്കുട്ടി, ലിജി, അന്നമ്മ ഉമ്മൻ, ലീല ഉമ്മ തോമസ് തുടങ്ങിയവരോടും അവരെ ഏൽപ്പിച്ച ചുമതലകളും ഒരു ഭംഗിയായിട്ട് നിർവഹിച്ചു. അവരോടുള്ളതായ നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നമ്മുടെ മാത്രം ക്രമീകരണങ്ങൾ കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുകയില്ല. മറിച്ച് ഗവൺമെന്റ് തല ക്രമീകരണങ്ങൾ, അതിനുവേണ്ടി പ്രത്യേകമായിട്ട് കേരള സ്റ്റേറ്റിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ജിജി തോമസൻ ഇടപെടുകയും മുഖ്യമന്ത്രിയുടെയൊക്കെ ഇടപെടലുണ്ടാവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് കളക്ടറുടെ അധ്യക്ഷതയിൽ, ഡിസ്ട്രിക്ട് കളക്ടർ ഹരികിഷോറിന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടുവാനും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾ നടത്തുവാനും സാധിച്ചു. കളക്ടറുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഈ പെരുന്നാൾ ക്രമീകരണങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും ചെയ്തു. കളക്ടറോടുള്ളതായ പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. RDO ശ്രീ ഗോപകുമാർ സാറിനെ ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർത്തുപോവുകയാണ്. ഗോപകുമാർ സാറ് ഇത്ര സൗമ്യനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ ശാന്തമായി ഇടപെടുകയും അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെരുന്നാളിന് മുമ്പ് ചെയ്തു തീർക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ കീഴിലുള്ളതായ എല്ലാ ജീവനക്കാരെ കൊണ്ടും അദ്ദേഹം അത് ചെയ്യിപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ കീഴിലുള്ളതായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുവാനും സാധിച്ചു. അദ്ദേഹത്തിന്റെയും കളക്ടറുടെയും പ്രത്യേകമായ ഒരു നിർദ്ദേശവും ആഗ്രഹവും അനുസരിച്ച് RDO തന്നെ ഈ വർഷം ക്ലീനിങ്ങിന് വേണ്ടി ഒരു സ്ക്വാഡിനെ തന്നെ ഇവിടെ ഏർപ്പാടാക്കിയുണ്ടായി. തമിഴ്നാട്ടിൽ നിന്നുള്ളതായ 8 പേരടങ്ങുന്നതായ ഒരു ഗ്രൂപ്പ് ഈ ക്യാമ്പസ് 2 ദിവസമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് അവര് റോഡ് ക്ലീനിങ്ങിനായിട്ട് പുറത്തോട്ടിറങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം ഗോപകുമാർ സാറിന്റെ ഒരു സ്വാധീനവും കഴിവുമാണ്. ഗോപകുമാർ സാറിനോടുള്ള നന്ദി പരുമല സെമിനാരിക്ക് വേണ്ടി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. തിരുവല്ല MLA ശ്രീ മാത്യു T. തോമസ്, ചെങ്ങന്നൂർ MLA ശ്രീ വിഷ്ണുനാഥ്, അതുപോലെ തന്നെ ആന്റണി തുടങ്ങിയ MP ആന്റോ ആന്റണി തുടങ്ങിയവരുള്ളതായ നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പോലീസ് ഫോഴ്സിന്റെ കാര്യം, പോലീസ് ഓഫീസേഴ്സായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അവരുടെ ക്രമീകരണങ്ങൾ ഭംഗിയായതുകൊണ്ടാണ് ഇവിടെയുണ്ടായ ട്രാഫിക് ക്രമീകരണങ്ങളിലും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ അവരുടെ ശ്രദ്ധ ഉള്ളതുകൊണ്ട് പെരുന്നാൾ കാര്യങ്ങൾ ഭംഗിയാക്കുവാനായിട്ട് സാധിച്ചു. അതിൽ പ്രത്യേകിച്ച് തിരുവല്ലയിലെ DSP ആയിരിക്കുന്ന ജയ്കുമാർ,
ASP ആയിരിക്കുന്ന ഡോക്ടർ അരുൾ കൃഷ്ണ, സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ബിനു, രാജീവ്, അബ്ദുൾ റഹീം തുടങ്ങിയ പുളിക്കീഴ് SI തുടങ്ങിയവരുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ശബ്ദവും വെളിച്ചവും നൽകി നമ്മെ അനുഗ്രഹിച്ചത് GOG പ്രൊമോട്ടേഴ്സാണ്. അതിന്റെ പ്രധാന ചുമതലക്കാരൻ ജിജിയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് GOG പ്രൊമോട്ടേഴ്സ് തന്നെയാണ്. ഈ വർഷവും ജിജിയുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ലൈറ്റ് ആൻഡ് ക്രമീകരണങ്ങൾ നടന്നത്. വളരെ ഭംഗിയായിട്ട് ജിജി അത് നിർവഹിച്ചു. ജിജിയോടുള്ളതായ പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടുത്തെ മറ്റ് ലൈറ്റ് ആൻഡ് ക്രമീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരിമല സെമിനാരിയിൽ നിന്ന് ഒരു കോഓർഡിനേറ്ററെ നിയമിച്ചിരുന്നു. തെന്മൽക്ക് ഓർത്തഡോക്സ് ഇടവകയിലെ ശ്രീ ബ്ലസ്സനായിരുന്നു പരിമല സെമിനാരിക്ക് വേണ്ടി ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്തത്. എല്ലാം ഭംഗിയായിട്ട് ബ്ലസ്സൻ നിർവഹിച്ചു. ബ്ലസ്സിനോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് സെമിനാരിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മുൻ വർഷത്തെ പോലെ ഈ വർഷവും പന്തൽ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് സെന്റ് തോമസ് പന്തൽ വർക്കാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള നിരണം ഇടവകയിലെ ശ്രീ ജോർജ് കുട്ടിയാണ്. ജോർജ് കുട്ടിയോടുള്ളതായ പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ഗേറ്റിലെ എൻട്രൻസ് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അതിന്റെ കർട്ടൻ വർക്കുകൾ നിർമ്മിച്ചതായ കേരളത്തിലെ 2ാമത്തെ കർട്ടൻ വർക്കേഴ്സായ ഏദൻ ഗാർഡൻസിനോടുള്ളതായ നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഫ്ലൈ ഓവർ നിർമ്മിക്കുവാനായിട്ട് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ അവരെല്ലാം 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ചോദിച്ചപ്പോൾ വെറും 30,000 രൂപ പോലും വേണ്ട, അച്ഛൻ 15,000 രൂപ ലേബർ ചാർജ് മാത്രം നിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്കെല്ലാം പരിചയമുള്ള സോണ ആണ് ആ ഫ്ലൈ ഓവർ നിർമ്മിച്ചത്. വളരെ ഭംഗിയായിട്ട് ഇവിടെ വന്ന എല്ലാ വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും പ്രയോജനപ്പെട്ട ഒരു ഫ്ലൈ ഓവർ ആയിരുന്നു ഈ വർഷം നമ്മൾ ഇവിടെ നിർമ്മിച്ചത്. താൽക്കാലികമായ സംവിധാനമാണ്. അത് സോണ തന്നെ അത് പൊളിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പെരുന്നാളിന് വേണ്ടി അദ്ദേഹം സംഭാവനയായിട്ട് നൽകിയതാണ്. അദ്ദേഹത്തിന്റെ ലേബർ ചാർജ് മാത്രമേ സെമിനാരി വഹിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. LED വാൾ, ഡിജിറ്റൽ TV ഈ കാര്യങ്ങളിൽ ക്രമീകരിച്ചതായ റോയൽ വിഷൻ എറണാകുളം ഗ്രൂപ്പിനോടുള്ളതായ നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. റോയലിന്റെ പ്രശ്നം കാരണം ഈ പ്രാവശ്യം ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ തന്നെ കൌൺസിൽ അംഗങ്ങൾക്കും ക്യാപ്റ്റന്മാർക്കും ഒക്കെ വാക്കി ടോക്കി സിസ്റ്റം നമ്മൾ ഈ വർഷം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് ഇവിടെ നൽകിയ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീൻ മീഡിയയോടുള്ളതായ നന്ദിയും എറണാകുളമാണ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. സെക്യൂരിറ്റി മറ്റ് സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭാരത് സെക്യൂരിറ്റി കോട്ടയമാണ് ഈ വർഷത്തെ നമ്മുടെ പാർക്കിംഗ് ക്രമീകരണങ്ങൾ മറ്റ് ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള സെക്യൂരിറ്റിക്കാരെ സപ്ലൈ ചെയ്തത്. അവരോടുള്ള നന്ദിയും അതുപോലെ തന്നെ J&J സെക്യൂരിറ്റിയോടുള്ള നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കടപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു മെമ്പേഴ്സ്, മന്നാർ പഞ്ചായത്ത്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പേഴ്സ് അവരോടുള്ളതായ എല്ലാവരോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് പെരുന്നാളിനോടനുബന്ധിച്ച് ഹൈമാസ് ലൈറ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് വെളിച്ചം നൽകിയ പ്രൊഫസർ PJ കുര്യനെയും ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുന്നു. KSCBയിലെ സബ് എഞ്ചിനീയർമാരോടും സ്റ്റാഫിനോടും ഫയർഫോഴ്സിനോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. KSRTC പോലെ PWD തുടങ്ങിയ വകുപ്പുകളോടുള്ളതായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. VKV കേറ്റേഴ്സാണ് ഈ വർഷം തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുത്തത്. അവര് വഴിയാണ്, ഞാൻ നേരത്തെ നിങ്ങൾ അറിഞ്ഞു കാണും, പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്ന ശ്രാദ്ധ സദ്യയ്ക്ക് സംഭാവന നൽകിയിരിക്കുന്നത്. അത് VKV കേറ്റേഴ്സ് വഴിയാണ് അതിവിടെ വിതരണം ചെയ്തത്. VKV അവരുടെ സംഭാവനയായിട്ട് എല്ലാവർക്കും പായസം നൽകുകയും ചെയ്തു. VKVയുടെ ഓണറായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് അവറുകളോടും അതിന്റെ ഗ്രൂപ്പിലെ എല്ലാ മാനേജർമാരോടും
അതിന്റെ പ്രവർത്തകരോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണ വിതരണം നടത്തിയത് നിരണം, ചെങ്ങന്നൂര്, മാവേലിക്കര 3 ഭദ്രാസനങ്ങളിലെ യുവജന പ്രസ്ഥാന അംഗങ്ങളാണ്. വളരെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അവര് ആ പ്രവർത്തനം ഇവിടെ നടത്തി എല്ലാവർക്കും ഭക്ഷണം വളരെ ഭംഗിയായിട്ട് വിതരണം ചെയ്തു, വിളമ്പിക്കൊടുത്തു. ഈ ശ്രാദ്ധ സദ്യയിൽ അവരുടെ സംഭാവന വളരെ ശക്തമായിരുന്നു. പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇവിടെ കുടിക്കുവാനുള്ളതായ വെള്ളം നമുക്കിവിടെ നൽകിയത് ക്ലാസിക് വാട്ടേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അവരോടുള്ളതായ നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പരിമല സെമിനാരി കുടുംബാംഗങ്ങളോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഓഫീസ് സ്റ്റാഫിനോടുള്ളതായ നന്ദി അറിയിക്കട്ടെ. അക്കൗണ്ടന്മാരായി പ്രവർത്തിക്കുന്നതായ കോശി, ജോയ് ചായൻ, അതുപോലെ തന്നെ കൗണ്ടറിൽ ജോലി ചെയ്യുന്നതായ പ്രസാദ്, ജിജോ, ജെറിൻ തുടങ്ങിയവരോടും ഗ്രിഗോറിയൻ ടിവിയിലെ പ്രവർത്തകരോടും അതുപോലെ ധ്യാനമന്ദിരത്തിലെ റോയിയോടും തിരുമേനിമാർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതായ നൽകുന്നതായ ജോജിയോടും കിച്ചണിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ സ്റ്റാഫിനോടും തുടങ്ങി മറ്റ് ക്ലീനിംഗ് സ്റ്റാഫിനോടും എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഇവരുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ കൊണ്ടാണ് ഈ പെരുന്നാൾ ഇത്രമാത്രം ഭംഗിയാക്കി തീർക്കുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന എല്ലാ തീർത്ഥാടകരോടും അവരുടെ സഹകരണത്തോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇടവകയെ ഓർക്കുകയാണ്. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും എന്റെ എല്ലാ ക്രമീകരണങ്ങളോടും ഈ ഇടവക സഹകരിച്ചു എന്നുള്ളതാണ് ഈ പെരുന്നാളിന്റെ ഒരു പ്രത്യേകത. പലപ്പോഴും പല പ്രയാസങ്ങളും ഈ പുതിയ കൂടുതൽ പന്തലിടുമ്പോഴും മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതിനോട് സഹകരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്നേഹപൂർവ്വം ഈ ഇടവകയിലെ നല്ലവരായ എല്ലാ ഇടവ അംഗങ്ങളും സഹകരിക്കുകയും അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തത് കൊണ്ടാണ് പെരുന്നാള് ഇത്രമാത്രം ഭംഗിയാക്കുവാനായിട്ട് സാധിച്ചത്. ഈ സമയത്ത് പരുമലയിലെ ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും അവിടുത്തെ പോലെ പൗലോസ് അച്ഛനോടും സ്റ്റാഫ് അംഗങ്ങളോടും ഉള്ളതായ എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ മാർ ഗ്രിഗോറിയസ് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പള്, വിദ്യാർത്ഥികള്, ചുമതലക്കാര്, സിസ്റ്റേഴ്സ് ഇവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടുത്തെ പ്രോഗ്രാമിലെല്ലാം വിദ്യാർത്ഥികളാണ് വന്നിരുന്നത്. ഇവിടുത്തെ കൺവെൻഷൻ സമയത്തെല്ലാം അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാവരോടുള്ള നന്ദി ഒറ്റവാക്കില് അറിയിക്കുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ തിരുവല്ലയിലെ ഡോക്ടേഴ്സ് അവരോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തിയിരുന്നു. അതിന് ഇനിഷ്യേറ്റീവ് ചെയ്തത് ബഹുമാനപ്പെട്ട പ്രിൻസച്ചനാണ്. DMOയും അതുപോലെ തന്നെയുള്ള മറ്റ് അതിനോട് ബന്ധപ്പെട്ട എല്ലാ ഓഫീസ് സ്റ്റാഫിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഏകദേശം 10,000 പേർക്ക് അതിന്റെ സഹായം ലഭിച്ചു എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്, നന്ദി അറിയിക്കുന്നു. ഇവിടെ നടന്നതായ ഈ 26-ാം തീയതി മുതലുള്ളതായ എല്ലാ കാര്യങ്ങളും ലോകത്തെ അറിയിച്ചത് മീഡിയയാണ്. മീഡിയയായി ആയിട്ടിവിടെ ഒരാഴ്ചക്കാലം പ്രവർത്തിച്ചതായ ഇവിടെ എല്ലാ കാര്യങ്ങളും ലോകത്തെ അറിയിക്കുവാനായിട്ട് ഇവിടെ വന്നതായ എല്ലാ മീഡിയക്കാരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് മന്നാറിലെ ബ്യൂറോയിലെ സെക്രട്ടറി ആയിരിക്കുന്നതായ ഡൊമിനിക്കിനോടുള്ളതായ നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ തിരുവല്ലയിലെ മനോരമ പത്രത്തിന്റെ ചുമതല വഹിക്കുന്നതായ അലക്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. SCV-കാരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ലൈവ് ടെലികാസ്റ്റ് ചെയ്ത മറ്റ് എല്ലാ ടെലികാസ്റ്റ് ചെയ്തതായ ചാനലുകാരോടുള്ള നന്ദി അറിയിക്കുന്നു. ഗ്രിഗോറിയൻ TV പരിമല സെമിനാരിയുടെയാണ് എങ്കിലും അവരോടുള്ളതായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ സ്റ്റാഫിനെ ഓർപ്പിച്ചപ്പോൾ
എല്ലാവരും കൂട്ടായി ശ്രമിച്ചു. എങ്കിലും മോനിച്ചനും അതുപോലെ തോമസ് കുട്ടിയും ഒക്കെ കൂടുതലായ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിരുന്നു എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇവരോടുള്ളതായ പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അഭിയന്ന തിരുമേനസിനോട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാത്സല്യമുള്ളവരെ, നിർണമദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട ജിജോ അച്ഛനും തിരുമേനയുടെ സെക്രട്ടറി ആയിരിക്കുന്ന രോഹിത് ചമ്മാച്ചനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്റെ ആവശ്യപ്രകാരം ജിജോ അച്ഛനെ ഒരാഴ്ചക്കാലത്തേക്ക് എന്റെ കൂടെ വിട്ടിരുന്നു. അതിനുള്ള നന്ദി പ്രത്യേകമായി തിരുമേനിയോട് അറിയിക്കുന്നു, ചമ്മാച്ചനോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ വൈദിക സെമിനാരിൽ നിന്ന് ഇവിടെ വന്ന വൈദിക വിദ്യാർത്ഥികളോടും ചമ്മാച്ചന്മാരോടും അധ്യാപകരോടും പ്രിൻസിപ്പൽ അച്ഛനോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാം ഏറ്റവും അനുഗ്രഹമായിരുന്നു. ദൈവകൃപയെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമയുടെ മധ്യസ്ഥത വളരെ ഉണ്ടായിരുന്നു. അത് തുടർന്നും ഉണ്ടാകണമേ എന്ന് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം തേടുന്നു. ഇതിന്റെ അനുഗ്രഹകരമായ നടത്തിപ്പിനു വേണ്ടി അധ്വാനിച്ച അനേകരുണ്ട്. രാപകൽ ഉറക്കളച്ച് കഷ്ടപ്പെട്ട അനേകരുണ്ട്. എല്ലാവരോടും പരിശുദ്ധ സഭയുടെയും പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാ തിരുമേനിയുടെയും നന്ദി എടുത്ത് ഞാൻ അറിയിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛൻ വന്ന് ഈ സെമിനാരിയുടെ ചുമതല ഏറ്റിട്ട് ചുരുങ്ങിയ മാസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഇത് നടത്തുന്നതിൽ ഒക്കെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്പം ആശങ്കയുണ്ടായിരുന്നു. എപ്പോഴും ഓടി അടുത്ത് വരും. ഞാൻ പറയും, അച്ഛൻ ധൈര്യമായിട്ടിരുന്നു, ദൈവം പരിശുദ്ധനായ പെരുമൽ തിരുമേനിയുടെ മധ്യസ്ഥത കൊണ്ട് ഇതെല്ലാം ഭംഗിയാക്കി തീർക്കും എന്ന്. അച്ഛന്റെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിരുന്നു. ഇപ്രാവശ്യം ഫ്ലൈ ഓവർ കൊണ്ടുവന്നു. അച്ഛൻ വന്ന് ചുമതലയേറ്റ വർഷം തന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള വഴിയും വാതിലും ദൈവം ഒരുക്കി തന്നു. വരും കാലങ്ങളിലും അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇപ്രാവശ്യം ഒരു ഫ്ലൈ ഓവറായി. ഇനി എന്തൊക്കെയാന്ന് വെച്ചാൽ വരും കാലങ്ങളിൽ മനുഷ്യനെ നിലം തൊടാതെ നടത്താനുള്ള സംവിധാനങ്ങളൊക്കെ അച്ഛൻ അറിയാം. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെയും പരിശുദ്ധ ബാവാ തിരുമേനിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഒരു കാര്യം വിട്ടുപോയി. ആരാധനയ്ക്ക് എല്ലാ രീതിയിലുള്ളതായ സഹകരണങ്ങൾ നൽകുന്ന ഇവിടുത്തെ ശുശ്രൂഷകരായിരിക്കുന്ന ലിജുവും മനുവും ഒരു വിട്ടുപോയതാണ്. പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഒരാഴ്ചക്കാലമായിട്ട് അവരുടെ പ്രവർത്തനം, അവരുടെ ശുശ്രൂഷ അനുഗ്രഹപ്രദമായിരുന്നു. നാളെ 9 മണിക്ക് പണമെണ്ണും. അതിനായിട്ട് ഇടവകയിലെ എല്ലാവരും വരണം. പ്രത്യേകിച്ച് ഈ വർഷം സ്ത്രീകള് കടന്നു വരണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ കൊടിയിറക്കാണ്. കൊടിയിറക്കിനോടുകൂടി 113-ാം ഓർമ്മ പെരുന്നാള് സമാപിക്കും എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സാദിക്കോ അഖദഖലോ നഫറാ ഹാലേലൂയ വഖർസദ ലബ്നോൻ നസുവാ نفرون دبن سرابن سيبوسو هاليلويا شامين باسي من همو بارك مو സുബഹോല പോല ബറോവൽ റൂഹോ കാദിശോ من مولم وادام المولم والمينامي ദുഃഖാരോ നൊക്കോ മോർ ഗ്രിഗോറിയോസ് ഹർക്കോ വലയിൽ ബശമായോ വൈലന്ദയാക്കാർ ദുഃഖരോനോ നിസ്സദറോ